വേനൽ ചൂടിനെ പഴങ്കഥയാക്കി മഴക്കാലമെത്തിയതോടെ മലയോര മേഖലയിലെങ്ങും തേക്കുമരങ്ങൾ പൂത്തു. നെറുകയിൽ പൂക്കളേന്തി കാറ്റിലുലഞ്ഞാടുന്ന തേക്കുമരങ്ങൾ വഴിയോര കാഴ്ചകളിൽ നിറയുകയാണ്. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് തേക്ക് പുഷ്പിക്കുന്നത്. ഗ്രാമക്കാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന തേക്കിൻ പൂക്കൾക്ക് ക്രീം കലർന്ന വെളുപ്പ് നിറമാണുള്ളത്. നേരിയ സുഗന്ധവും ഇവയ്ക്കുണ്ട്. തേക്കുമരത്തിന്റെ ശാഖാഗ്രങ്ങളിൽ 80 സെന്റിമീറ്ററോളം നീളത്തിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. മാസങ്ങളോളം വാടാതെ നിൽക്കുന്നവയാണ് തേക്കിൻ പൂങ്കുലകൾ. ഒക്ടോബർ മാസമാകുന്നതോടെ ഈ പൂക്കളിൽ ഉണ്ടാകുന്ന കായ്കൾ വിളഞ്ഞ് പാകമാകും. തേക്കിൻ പൂക്കളിൽ നിന്നെടുക്കുന്ന എണ്ണ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. മുടിയുടെ വളർച്ചയ്ക്കും ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ഔഷധമായും തേക്കിൻ പൂക്കൾ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. തേക്കിന്റെ തളിരിലകളിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന ചായം വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. തേക്കിലകൾക്ക് വലിപ്പം കൂടുതലുള്ളതിനാൽ പണ്ടുകാലം മുതലേ സാധനങ്ങൾ പൊതിയാനും ആഹാര പദാർത്ഥങ്ങൾ വിളമ്പി കഴിക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. തേക്കുമരത്തിന്റെ തൊലിയും വിത്തുകളും വിവിധ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചിരുന്നു. നേരത്തെ വനം വകുപ്പിന്റെ തോട്ടങ്ങളിലും അപൂർവ ചില സ്വകാര്യ പറമ്പുകളിലും മാത്രമായി വളർന്നിരുന്ന തേക്കുമരങ്ങൾ ഇപ്പോൾ നാടെങ്ങും വ്യാപിപ്പിച്ചിട്ടുണ്ട്. സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി തേക്കിൻ തൈകൾ വിതരണം ചെയ്തു തുടങ്ങിയതോടെയാണ് നാട്ടിൻപുറങ്ങളിൽ തേക്കുമരങ്ങൾ വ്യാപകമായത്. സ്വന്തം പറമ്പിലെ തേക്കുമരങ്ങൾ മുറിച്ചുപയോഗിക്കുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിലെ സങ്കീർണതകൾ ലളിതമാക്കിയതും തേക്ക് വൃക്ഷങ്ങൾ വ്യാപകമാക്കാൻ ഇടയായിട്ടുണ്ട്. 15-20 വർഷം കൊണ്ട് നല്ല വരുമാനം നേടിത്തരുന്ന വൃക്ഷമാണ് തേക്ക്. തേക്കുമരങ്ങൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് കേരളത്തിലേത്. വിദേശീയരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ച പ്രകൃതി വിഭവങ്ങളിൽ ഒന്ന് തേക്കായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ തേക്കുതോട്ടം ഉണ്ടാക്കിയത് കേരളത്തിലെ നിലമ്പൂരിലാണ്. 1842 അന്നത്തെ മലബാർ കളക്ടറായിരുന്നു കണ്ണോളിയുടെ മേൽനോട്ടത്തിലാണ് തേക്കിന്റെ വിത്തുകൾ പാകി നിലമ്പൂരിൽ തോട്ടമുണ്ടാക്കിയത്. വെർബിനേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന തേക്ക് വൃക്ഷത്തിന്റെ ശാസ്ത്രനാമം ടെക്ടോണ ഗ്രാൻസിസ് എന്നാണ്. പുതിയ വീടുകളിൽ സ്റ്റീൽ കൊണ്ടുള്ള വാതിലുകളും ജനലുകളും പ്രചാരത്തിലായതോടെ തേക്കിൻ തടികൾക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും തേക്കുമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല.